നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയ ആഘാതത്തിൽ പെട്ടുപോയ കോൺഗ്രസിൽ തിരുത്തൽ ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപേ കേരള ഭരണം നിലനിർത്താൻ മുഖ്യമന്ത്രിയുടെ കേരള പര്യടനം പ്രഖ്യാപിച്ച് ഇടതുമുന്നണി. 22-ന് കൊല്ലത്ത് നിന്ന് പര്യടനം തുടങ്ങും. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള പതിവ് പര്യടന രീതിയല്ല ഇത്തവണ. ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയാവും നടത്തുക. കിറ്റും ക്ഷേമ പെൻഷനും വിജയകാരണമായെന്ന് UDF പോലും വിലയിരുത്തുമ്പോൾ ഭക്ഷ്യക്കിറ്റുകൾ ഇനിയും സൗജന്യമായി നൽകി ഭരണ തുടർച്ച ഉറപ്പാക്കാനുള്ള തീരുമാനമെടുത്തു CPM. ഇടതുമുന്നണിയിൽ വിജയത്തിനിടയിലും കോട്ടയത്ത് CPIയുടെയും പാലായിൽ NCPയുടെയും പരാതി മാത്രമാണ് കല്ലുകടിയായുള്ളത്. കോൺഗ്രസിലാകട്ടെ ഇന്നലെ തുടങ്ങിവെച്ച വിലയിരുത്തൽ ചർച്ച അടുത്ത മാസം തുടരാനാണ് തീരുമാനം. നേതാക്കൾക്കെതിരെ പരസ്യ വിമർശനം പാർട്ടിയിൽ തുടരുന്നു. അരോചകമായ വാർത്താ സമ്മേളനമെന്ന് ഷാനിമോൾ ഉസ്മാൻ MLAയുടെ വിമർശനമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ടത്. ഉന്നമിട്ട വിജയം കിട്ടാത്തതിൽ BJPയിലും തിരുത്തൽ ആവശ്യം ശക്തമാണ്. ന്യൂനപക്ഷങ്ങൾ ഏകീകരിച്ച് LDFന് വോട്ട് ചെയ്തു എന്നാണ് BJP വിലയിരുത്തൽ. ക്രൈസ്തവ സഭകളെ ഉന്നം വെച്ച് പള്ളിത്തർക്കത്തിൽ പ്രധാനമന്ത്രി ഇടപെടാമെന്ന് സമ്മതിച്ചതായി മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ള അറിയിച്ചു. വിലയിരുത്തലും തിരുത്തലുമായി പ്രതിപക്ഷം ആഘാതത്തിൽ നിന്ന് കരകയറി വരും മുൻപേ തളം നിറയുകയാണോ LDF?